അപ്പൊ അത് ഞങ്ങൾ കണ്ടെത്തി, ആദ്യമേ കണ്ടെത്തി. അതെ, ക്യാരക്ടർ ഇതൊക്കെ തന്നെ അല്ല പ്രധാനപ്പെട്ട സംഭവമാണ് അവര് പറയുന്നത്. പക്ഷെ ഗ്ലിസറിനൊന്നും വേണ്ടായിരുന്നു ആ സമയത്ത്. ഗ്ലിസറിനൊന്നും ഇല്ല തന്നെ, ശരിക്കും കരഞ്ഞു, ഇമോഷണലായി പോയി. പിന്നെ കൂടുതൽ ഇമോഷൻ കാരണം ഈ സതീഷ് എന്ന് പറഞ്ഞ കഥാപാത്രം ഇത്ര ഡെപ്ത് ഉള്ളതെന്ന് അറിഞ്ഞപ്പോൾ, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അനുഭവിച്ച മാനസിക വ്യതകളും അതിൻ്റെ ഒരു സമ്മർദ്ദവും ഇവിടെ നിന്ന് പല ഭാഗത്തു നിന്ന് തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പുരസ്കാരങ്ങൾ ഒരുപാട് നേടിയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ പോലും. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്രയും ഒരു ഡെപ്തുള്ളൊരു സാധനമാണോ സതീശൻ എന്നിൽ കയറിയിരിക്കുന്നതെന്ന് തോന്നിയപ്പോൾ ശരിക്കും ആവാഹിച്ചെടുത്തു. അത് തന്നെ ഫസ്റ്റ് പറഞ്ഞല്ലോ ഈ ഒരു ക്യാരക്ടറിനെ പറ്റിയ രൂപങ്ങളൊക്കെ അതല്ല, അതിപ്പോ ഈ പറഞ്ഞ പോലെ ഈ പടം ചെയ്യുന്നതിന്റെ ഇതിന്റെ ഡയറക്ടർ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ളതിൽ ഞാൻ ഇടപെട്ടിട്ടാണ് ഈ സാധനം ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോ ഇതിങ്ങനെ സൂചിപ്പിച്ച് ഞങ്ങളിങ്ങനെ ആദ്യം നടന്നൊരു കാലമില്ലേ, ആ കാലത്ത് ഏതാണ്ട് ഒരു 10 പേരെങ്കിലും ഷെജിൻ മലയാള സിനിമയിലേക്ക് അതിന്റെ പൂമുഖത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. യഥാർത്ഥ ആളുകൾ ശരിക്കും മറച്ചു നോക്കിയായിരുന്നില്ല ഷെജിൻ, സത്യം പറ. ഇപ്പൊ നമ്മളെ ആൾക്കാരുടെ രൂപം കണ്ടല്ലോ, ഞാൻ ഈ കഥാപാത്രം ചെയ്യാൻ പറ്റുന്ന ആളാണ് നോക്കുന്നത്. അതിന്റെ ഇടയിലേക്ക് ഷെജിൻ ചേട്ടന്റെ ഫോട്ടോ കണ്ണിൽ പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം ഇത് പോരാ, ചെറിയൊരു കോട്ടം ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ പല. അപ്പൊ പുള്ളി പല രീതിയിൽ പറയും ആള് നാട്ടിൽ ചെയ്യൂട്ടെന്ന് പറയും. പക്ഷെ അതിന്റെ രൂപം ശരിയായ കഥ ഇപ്പൊ നമ്മുടെ മനസ്സിലൊരു അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരു ക്യാരക്ടർ കണ്ട എത്ര വലിയ നടനായാലും മനസ്സിൽ ഉദ്ദേശിക്കാത്ത ആളെ എടുക്കില്ല സിനിമയ്ക്ക് വേണ്ടി. ഒരു നടൻ കിട്ടിയിട്ട് കാര്യമില്ല, അതിന്റെ രൂപം കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രം മാമുക്കോയ ചെയ്ത് ശരിയാവില്ല. അപ്പൊ ആ രൂപം വളരെ പ്രധാനമാണത്. അപ്പൊ ആ രൂപം റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സിനിമയില് നായികയായിട്ട് ചെയ്യുന്ന നടി വളരെ അവിചാരിതമായി, അവരുടെ കുഴപ്പം കൊണ്ടല്ല അത്, മറ്റു ചില നടന്മാരെയും അവര് ഡേറ്റ് കൊടുത്തതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ആ നടി വരാതിരിക്കുകയാണ്. ഞങ്ങൾ വീടൊക്കെ ബുക്ക് ചെയ്ത് മാഷൊക്കെ വന്ന എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ നടിയില്ല. ഷൂട്ടിങ്ങിന് 3 ദിവസം മുമ്പ്, 2 ദിവസം മുമ്പ് അങ്ങനെ ഞങ്ങൾ ജലീൽ ഭായി ഞങ്ങൾ പുറത്ത് പ്രൂവിനൊന്നും അറിയിക്കുന്നില്ല. കാരണം ജലീൽ അറിയിച്ചാല് അവര് മനസ്സിലൊന്നും വരും. അപ്പൊ ഞങ്ങൾ ആരെ അറിയിക്കാത്ത ജലീൽ ഭായിക്ക് അറിയാം, എനിക്കും അറിയാം, പിന്നെ 1-2 ആൾക്കാർക്ക് അറിയാം. ജലീൽ ഭായി ഇങ്ങനെ ലോഡ് കണക്കിന് ഫോട്ടോ എനിക്ക് വിടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഏത് വരും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതില് ഈ 2 കഥാപാത്രം ചെയ്യുന്ന ഒരാളെന്നുള്ളതിൽ നോക്കിയിട്ട് ഒന്നും റെഡിയാവണില്ല. തലേ ദിവസം രാവിലെയാണെന്നോണം എനിക്ക് രാവിലെ ആയിട്ട് എനിക്ക് ഇങ്ങനെ ഈ ഡോക്ടറെ ഫോട്ടോ അയച്ചു തന്നു. അപ്പൊ ഞാൻ ഡോക്ടറെ ഫോട്ടോ എന്ന് പറഞ്ഞു, ഇതാണ് നമ്മുടെ ക്യാരക്ടർ, വിളിക്കാൻ പറയാം. അപ്പം ഡോക്ടറെ ഞാൻ വിളിച്ചു. അപ്പൊ ഡോക്ടർ വിളിക്കുമ്പോൾ ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ 24 ഡ്യൂട്ടി ഉള്ള ഒരു സെഷനിൽ ജോലി ചെയ്യുന്ന ആളാണ്. കാരണം മയക്ക് പിടിയാണല്ല, കുത്തിയിട്ടിങ്ങനെ ആളെ നോക്കിയിരിക്കണമല്ലോ ഇവര്. അപ്പോ ഡോക്ടർക്കാണെങ്കിൽ അവിടെ നല്ല 10-22 പേരുള്ള ഒരു സെക്ഷന്റെ അതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടെൻഷനും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഡോക്ടർക്കാണെങ്കിൽ 24 hours AC ഇരിക്കുന്ന കാരണം പുറത്ത് AC ഇരിക്കാത്ത ആളാണ്. AC ഭയങ്കര അർജിയാണ് ആള്. ഇതൊക്കെ പിന്നീട് നമ്മൾ അറിയണത്. അങ്ങനെ ഡോക്ടറോട് നമ്മൾ പറയുന്നു. എന്നിട്ട് ഡോക്ടർ അവിടുന്ന് വൈകുന്നേരം കയറുകയാണെന്നാണ് അവിടുന്ന്. അപ്പൊ മറ്റേ നടിക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റിന്റെ കോസ്റ്റ്യൂം തയ്ച്ചു വെച്ചിട്ടുണ്ട്, ഈ മറ്റേ ബ്ലൗസ്. അത് ഡോക്ടർ അളവിലേക്ക് ഫോണിലൂടെയാണ് ടൈലർ കൈമാറുന്നത്. ഇവിടെ കാലത്ത് അടിച്ചാലേ ഡോക്ടർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അത്ര ഇതിൽ അവിചാരിതമായിട്ടാണ് ഡോക്ടർ എത്തുന്നത്. ഡോക്ടർ കൂടെയാണ് ഇപ്പോ ഈ സിനിമയില് നായികയായിട്ട് വരുന്നത്. എന്ത് തോന്നുന്നു? ഈ ഹാപ്പിനെസ് ഇതിങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന സാധനമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഇൻഫെക്ഷ്യസ് ആണ്. ഞാനും വളരെ ഹാപ്പിയാണ്. സാറിൻ്റെ സെറ്റേ വളരെ ചില്ലാണ്, വളരെ സന്തോഷമാണ്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉരുളക്കുപ്പേരി പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിലെ കഥാപാത്രത്തെ കുറിച്ച് സംസാരിച്ചപ്പോ സംസാരിക്കില്ല മനസ്സുകൊണ്ടാണ്. അല്ല ഇവിടെ ഇപ്പോ നേരത്തെ സംസാരിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയുള്ള ഒരു ഇതാണെന്നോ എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റുമോ? സിനിമയ്ക്ക് ബാധിക്കുമെങ്കിൽ പറയണ്ട. അങ്ങനെയല്ല, 2 എക്സ്ട്രീം പോൾസ് ഓഫ് ക്യാരക്ടറാണ്. ഒരു സ്ത്രീയെ എടുക്കുമ്പോൾ ഒരാൾ വളരെ ലിബറേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, അതേസമയം ആ ലിബറേഷനൊക്കെ പോയ ഒരു സ്ത്രീ മറുവശം. അതാണ് 2 ക്യാരക്ടർ. അതിൽ ഒരാൾ തുറന്ന് സംസാരിക്കുമ്പോൾ
മറ്റേ ആൾക്ക് വാ തുറക്കാനുള്ള പെർമിഷൻ പോലും ഇല്ലാത്ത ഒരു ക്യാരക്ടർ. ഓക്കെ 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 ഈ രണ്ട് ഫോട്ടോ കാണുമ്പോഴാണ് അറിയാൻ പറ്റുന്നുണ്ട്. ഭയങ്കര പക്ഷെ ഒരുപക്ഷെ നിങ്ങൾ തിരിച്ചറിയാൻ സാധ്യതയില്ല. ഇല്ല 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 ഈ ഇല്ല. രണ്ടാളും ഒരേ ദിവസം തന്നെയാണ് ഈ രണ്ട് ക്യാരക്ടറും ചെയ്യണം. അതെ ഹാൻഡിൽ ചെയ്തത് ഒരു 2 ടൈപ്പ് ക്യാരക്ടർ. അല്ല, ഇപ്പൊ എല്ലാരും ചോദിക്കുമ്പോഴാണ് അത് ഇത്രയും വലിയ സ്ട്രെസ്ഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഒന്നും പറയും അതായത് നമുക്ക് എന്റെ വൈഫിന്റെ പറത്തെ കൊണ്ട് വെച്ചേക്കണം അവിടെ. ആള് പറത അങ്ങനെ ഉപയോഗിക്കല്ല, പറത അവിടെ ഉണ്ട്, അതുകൊണ്ട് വെച്ചേക്കുന്നത്. പെട്ടെന്ന് തന്നെ ശ്രീദേവി, അഡ്വക്കേറ്റ് ശ്രീദേവിയിൽ നിന്നും കോസ്റ്റ്യൂം മാറുമ്പോണ്ടല്ല, സാരി ഒന്നും മാറുന്നില്ല. ഈ കോസ്റ്റ്യൂം മാറുമ്പോ ജസ്റ്റ് മേക്കപ്പ് മാറ്റി കളയുന്നു, ഈ പറത അടുത്ത സീനിലേക്ക് കയറുന്നു. ഒരു വീടിന്റെ അപ്പുറവും ഇപ്പുറവും ആണ് 2 വീടുമായിട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില എല്ലാ ലൊക്കേഷനും അതേപോലൊക്കെ തന്നെയായിരുന്നു.